ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സൈഫോണിക് യൂറോപ്യൻ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ബാത്റൂം റിനോവേഷൻ ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് എടുത്ത് മാറ്റിയിട്ട് പുതിയതായിട്ട് ഫിറ്റ് ചെയ്ത സെറയുടെ ഒരു സൈഫോണിക് യൂറോപ്യൻ ക്ലോസറ്റാണിത്. അളവുകളും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പഴയ ക്ലോസറ്റ് ഫിറ്റ് ചെയ്തേക്കുന്ന ആ ഒരു പൈപ്പിലോട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പുതിയ ക്ലോസറ്റിനെയും ഫിറ്റ് ചെയ്ത് കൊടുത്തത്. ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലഷ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ഈ രീതിയിലല്ലായിരുന്നു വെള്ളം പോകുന്നത്. അതായത് ഇതേപോലെ സക്ക് ചെയ്തിട്ടല്ലായിരുന്നു വെള്ളം പോകുന്നത്. അതായത് നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി വെള്ളം മാത്രമേ ക്ലോസറ്റിൽ നിന്നും പുറത്തോട്ട് പോകത്തുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ സൈഫോണിക് മോഡൽ ക്ലോസറ്റാണ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു 4-5 പൈപ്പ് വീടിന് പുറത്ത്, അതായത് ബാത്റൂമിന് പുറത്തിറങ്ങുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഡോർട്ടിയിട്ട് എയർ മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. അതായത് ഒരു 3 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്ററിനുള്ളിൽ തന്നെ എയർ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. എങ്കിലേ ആ ഒരു ക്ലോസറ്റ് കറക്റ്റായിട്ട് വെള്ളം അതിൽ നിന്നും പുറത്ത് പോകത്തുള്ളൂ, കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവിടെ ഇത് പഴയ പ്ലംബിംഗ് വർക്ക് ആയതുകൊണ്ട് തന്നെ ബാത്റൂമിൻ്റെ നേരെ പുറകിലായിട്ടല്ല എയർ കൊടുത്തേക്കുന്നത്. ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ആ ഒരു മുകളിൽ നിന്നും വരുന്ന ബാത്റൂമിൻ്റെയും കൂടെ ചേർത്ത് ഒറ്റ എയറായിട്ട് മുകളിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതൊരു 3 മീറ്ററോളം മാറ്റിയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് പുറത്തൊന്ന് നോക്കാം. കണ്ടോ, പുറത്ത് ഈ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. മുകളിലത്തെ വരുന്ന ആ ഒരു ബാത്റൂമിനും കൂടി ചേർത്ത് ടീ ഇട്ടിട്ട് ഒറ്റ എയറായിട്ടാണ് താഴോട്ട് കൊടുത്തേക്കുന്നത്. താഴെ കൊടുത്തിട്ട് അത് കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് ഇതിൻ്റെ ആ ഒരു ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ക്ലോസറ്റിൽ നിന്നും പുറത്ത് വരുന്ന ഡോർ എൽബോ ഇട്ടിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി ഒറ്റ ഇതായിട്ടാണ് എയർ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മളിവിടെ എയർ ഫ്ലോ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു ചെറിയൊരു വിദ്യയാണ്. അപ്പോൾ ഇവിടെ എയർ കൊടുക്കാൻ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ഡോർ എൽബോയിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോൾ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ക്ലോസറ്റിനെ ഇപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യിക്കുന്നത്. ഇതുവഴി ഈ ഹോൾ ഇട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവിടെ ഫ്ലഷ് ചെയ്യുമ്പോൾ ഇതുവഴി വെള്ളം ചാടുകയോ സ്മെല്ല് വരുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ അല്ലാതെ നമുക്ക് എയർ കൊടുക്കാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ചെറിയൊരു വിദ്യ ചെയ്തതേ ഉള്ളൂ. എന്തായാലും ക്ലോസറ്റ് ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹോളിൽ കൂടി വെള്ളം പുറത്ത് വരികയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, സ്മെല്ല് വരികയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു 4-5 എയറിൽ കൂടി തന്നെയാണ് കൂടുതലായിട്ട് സ്മെല്ല് പോകുന്നത്. ഇതിൽ കൂടി എയറോ കാര്യങ്ങളോ സ്മെല്ലോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഇല്ല. കസ്റ്റമറും അത് 2-3 ദിവസം നോക്കിയിട്ട് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല, പ്രത്യേകിച്ച് എയറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഇത് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്ത് എന്തായാലും കറക്റ്റായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. പഴയ പ്ലംബിംഗ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബാത്റൂമിൻ്റെ തൊട്ട് പിറകിലായിട്ട് എയർ പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തൊരു ചെറിയൊരു ടെക്നിക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ്.